നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് വളരെ ശക്തിയേറിയ ഒരു തൊടുകുറിയാണ്. ഇന്ന് നിങ്ങളുടെ മുന്നിൽ 3 ദീപങ്ങളാണ് കാണുന്നത്. ഈ 3 ദീപങ്ങളിൽ ഏതെങ്കിലും ഒരു ദീപം നിങ്ങളുടെ മനസ്സ് പറയുന്നത് പോലെ തിരഞ്ഞെടുക്കുക. ഒരുപാട് ആലോചിക്കാതെ ആദ്യം മനസ്സിൽ തോന്നുന്ന ദീപം തന്നെയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. കാരണം ആദ്യമായി മനസ്സ് പറയുന്ന തിരഞ്ഞെടുപ്പാണ് പലപ്പോഴും നമ്മുടെ ഉള്ളിലെ വിശ്വാസവുമായി കൂടുതൽ ബന്ധപ്പെട്ട് കിടക്കുന്നത്. തിരഞ്ഞെടുക്കുന്നതിന് മുൻപ് ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കുക. നിങ്ങളുടെ ഇഷ്ടദേവനെയോ ഇഷ്ടദേവിയെയോ മനസ്സിൽ ധ്യാനിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം മനസ്സിൽ കരുതുക. അത് ജോലി സംബന്ധമായിട്ടുള്ളതാകാം, കുടുംബവുമായി ബന്ധപ്പെട്ടതാകാം, ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ടതാകാം, വിവാഹം, പഠനം, സാമ്പത്തികം അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിഷയമായിരിക്കാം. ശേഷം മനസ്സിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുക: ഭഗവാനെ, എനിക്കിപ്പോൾ ലഭിക്കേണ്ട ആത്മീയ സന്ദേശം എൻ്റെ മനസ്സിലേക്ക് എത്തിച്ചു തരണമേ. എനിക്ക് ശരിയായ വഴിയിലൂടെ മുന്നോട്ടു പോകാനുള്ള ബുദ്ധിയും ശക്തിയും അനുഗ്രഹിക്കണമേ. ഇപ്പോൾ പതുക്കെ കണ്ണുകൾ തുറക്കുക. 3 ദീപങ്ങളിലേക്കും ഒരുപോലെ ശ്രദ്ധയോടെ നോക്കുക. 1-ാമത്തെ ദീപം, 2-ാമത്തെ ദീപം, 3-ാമത്തെ ദീപം. ഏതാണ് നിങ്ങളുടെ മനസ്സിനെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത്? അതാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. ഒരു കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ: ഈ വീഡിയോയിലെ സന്ദേശങ്ങൾ പൊതുവായ ആത്മീയ മാർഗനിർദ്ദേശമാണ്. ഒരേ ദീപം തിരഞ്ഞെടുക്കുന്ന എല്ലാവരുടെയും ജീവിത സാഹചര്യങ്ങൾ ഒരുപോലെ ആയിരിക്കണമെന്നില്ല. അതിനാൽ ഇത് ആത്മീയ പ്രചോദനമായും ആത്മപരിശോധനയ്ക്കുള്ള ഒരു അവസരമായും സ്വീകരിക്കുക. നിങ്ങൾ ആദ്യമായാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ, ഇത്തരത്തിലുള്ള ആത്മീയ വീഡിയോകൾ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ഐക്കൺ അമർത്തുകയും ചെയ്യുക. പുതിയ വീഡിയോകൾ വന്നാൽ ഉടൻ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. വീഡിയോ തുടങ്ങുന്നതിന് മുൻപ് കമന്റ് ബോക്സിൽ ഓം നമോ നാരായണായ എന്ന് എഴുതുക. നിങ്ങളുടെ എല്ലാ നല്ല ആഗ്രഹങ്ങൾക്കും ദൈവാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിച്ചിരിക്കുന്ന ആ ഒരു ദീപത്തിന്റെ നമ്പർ ഏതാണോ അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒരു ദീപത്തിൽ തന്നെ ഉറച്ചു നിൽക്കുക. മനസ്സ് വ്യതിചലിക്കാതെ നോക്കുക. അപ്പോൾ ദൈവനാമം സ്മരിച്ചുകൊണ്ട് നിങ്ങൾ തിരഞ്ഞെടുത്ത ദീപത്തിന്റെ ഫലത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഓം നമോ നാരായണായ. ഏറ്റവും ആദ്യം തന്നെ 1-ാമത്തെ ദീപം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഫലങ്ങളാണ് പറയുന്നത്. ഈ ദീപം തിരഞ്ഞെടുക്കാൻ നിങ്ങളുടെ മനസ്സ് നിങ്ങളെ പ്രേരിപ്പിച്ചതിന് പിന്നിൽ ഒരു വലിയ ആത്മീയ സന്ദേശമുണ്ട്. 1-ാമത്തെ ദീപം പ്രകാശത്തിന്റെയും പുതിയ തുടക്കങ്ങളുടെയും പ്രതീകമാണ്. ഏറെ നാളുകളായിട്ട് മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു ആഗ്രഹം നിങ്ങൾക്കുണ്ട്. അത് ഒരുപക്ഷെ ജോലിയാകാം, കുടുംബവുമായി ബന്ധപ്പെട്ട കാര്യമാകാം, സാമ്പത്തികമാകാം, വിവാഹമാകാം, പഠനമാകാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും വ്യക്തിപരമായ കാര്യമാകാം. ആ വിഷയത്തിൽ നിങ്ങൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ അടുത്ത കാലത്തായിട്ട് ചില തടസ്സങ്ങൾ ഉണ്ടായിരിക്കാം. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ വൈകുന്നതായിട്ട് നിങ്ങൾക്ക് തന്നെ തോന്നിയിരിക്കാം. ചിലപ്പോൾ എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന ചിന്ത പോലും ഉണ്ടായിരിക്കാം. എന്നാൽ ഈ ദീപം നൽകുന്ന സന്ദേശം പറയുന്നത് ഈ കാലഘട്ടം പതിയെ മാറി തുടങ്ങുന്നു എന്നതാണ്. നിങ്ങൾ കാത്തിരുന്ന ഒരു വാർത്ത ലഭിക്കാനുള്ള സാധ്യതയാണ് ഇവിടെ കാണുന്നത്. അത് സന്തോഷം നൽകുന്ന ഒരു വാർത്തയായിരിക്കാം. ഒരു ഫോൺ കോൾ, ഒരു സന്ദേശം, ഒരു കൂടിക്കാഴ്ച, അല്ലെങ്കിൽ ഒരു അവസരം എന്ന രൂപത്തിൽ അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. കുടുംബത്തിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ അവയ്ക്ക് പരിഹാരം കാണാനുള്ള സാഹചര്യം ഉണ്ടാകാം. അകന്നുപോയ ഒരാളുമായിട്ട് വീണ്ടും സംസാരിക്കാനുള്ള അവസരവും ലഭിച്ചേക്കാം. ക്ഷമയും സ്നേഹവും കാണിച്ചാൽ ബന്ധങ്ങൾ കൂടുതൽ ശക്തമാകും. സാമ്പത്തിക കാര്യങ്ങളിൽ അല്പാൽപമായി പുരോഗതി ഉണ്ടാകുന്ന സമയമാണിത്. പെട്ടെന്ന് വലിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ സ്ഥിരതയോടെ മുന്നോട്ട് പോകുന്നത് കൂടുതൽ ഗുണം ചെയ്യും. അനാവശ്യ ചിലവുകൾ കുറയ്ക്കാനും വരുമാനം ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യാനും ശ്രമിക്കുക. ജോലി അന്വേഷിക്കുന്നവർക്ക് പ്രതീക്ഷ നൽകുന്ന സമയം കൂടിയാണിത്. അപേക്ഷ നൽകിയിട്ടുള്ളവർക്ക് അനുകൂലമായ വിവരങ്ങൾ ലഭിക്കും. ജോലി ചെയ്യുന്നവർക്ക് പുതിയ ഉത്തരവാദിത്വമോ അംഗീകാരമോ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. എന്നിരുന്നാലും എല്ലാ കാര്യങ്ങളിലും ക്ഷമ പാലിക്കുക. വിദ്യാർത്ഥികൾ ഈ ദീപം തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട സമയമാണിത്. ആത്മവിശ്വാസത്തോടെ പരിശ്രമിച്ചാൽ ഫലം ലഭിക്കും. മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യാതെ സ്വന്തം ലക്ഷ്യത്തിൽ ശ്രദ്ധിക്കുക. വിവാഹയോഗം കാത്തിരിക്കുന്നവർക്ക് നല്ല പരിചയങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഒരു തീരുമാനവും പെട്ടെന്ന് എടുക്കാതെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയ ശേഷം മാത്രം തീരുമാനിക്കുക. ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ചെറിയ അസ്വസ്ഥതകൾ അവഗണിക്കരുത്. ആവശ്യമായ വിശ്രമം, നല്ല ഭക്ഷണം, മനസമാധാനം ഇവയ്ക്കൊക്കെയും പ്രാധാന്യം നൽകുക. ഈ ദീപം നിങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ഏറ്റവും വലിയ സന്ദേശം പ്രതീക്ഷ കൈവിടരുത് എന്നതാണ്.
ചിലപ്പോൾ വൈകുന്ന അനുഗ്രഹങ്ങൾ തന്നെയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളായി മാറുന്നത്. നിങ്ങളുടെ മനസ്സിൽ ഒരു പ്രത്യേക ആഗ്രഹമുണ്ടെങ്കിൽ ദിവസവും രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം ഒരു ദീപം തെളിയിച്ച് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാൻ ശ്രമിക്കുക. പ്രാർത്ഥന മനസ്സിന് ശക്തിയും മനസമാധാനവും നൽകും. നിങ്ങളുടെ ജീവിതത്തിലേക്ക് പുതിയ ആളുകൾ കടന്നു വരാൻ സാധ്യതയുണ്ട്. അവരിൽ ചിലർ നല്ല സൗഹൃദങ്ങളായിരിക്കാം. എന്നാൽ എല്ലാവരെയും ഉടൻ വിശ്വസിക്കുന്നതിന് പകരം സമയമെടുത്ത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. മുൻകാലങ്ങളിൽ ഉണ്ടായ ചില നിരാശകൾ നിങ്ങളെ ഇപ്പോഴും ബാധിക്കുന്നുണ്ടാകാം. പക്ഷേ പഴയ അനുഭവങ്ങൾ പുതിയ അവസരങ്ങളെ തടയാൻ അനുവദിക്കരുത്. ഓരോ ദിവസവും ഒരു പുതിയ തുടക്കമാണ്. നിങ്ങൾ ഈ ദീപം തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ദൈവവിശ്വാസം കൂടുതൽ ശക്തമാക്കാൻ ശ്രമിക്കുക. എല്ലാ ദിവസവും കുറച്ചു സമയം പ്രാർത്ഥനയ്ക്കും നന്ദി പറയുന്നതിനും മാറ്റിവെക്കുക. അത് നിങ്ങളുടെ മനസ്സിന് ആത്മവിശ്വാസവും പോസിറ്റീവ് ചിന്തയും നൽകും. ഇനി അടുത്തതായിട്ട് ഒന്നാമത്തെ ദീപം തിരഞ്ഞെടുത്തവർ വളരെ ശ്രദ്ധയോടെ കേൾക്കേണ്ട ചില കാര്യങ്ങളാണ് പറയുന്നത്. നിങ്ങളുടെ ജീവിതവുമായിട്ട് ഈ പറയുന്ന കാര്യങ്ങൾ അതിശയകരമായി പൊരുത്തപ്പെടാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് നിങ്ങളുടെ മനസ്സിൽ ഒരു ഭാരം ഉണ്ടായിരിക്കാം. അത് മറ്റുള്ളവരോട് തുറന്നു പറയാൻ പോലും നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ലായിരിക്കാം. പലപ്പോഴും നിങ്ങൾ ഒറ്റയ്ക്കിരുന്ന് ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കുന്നവരാണ്. പുറമെ സന്തോഷം കാണിച്ചാലും ഉള്ളിൽ നിരവധി ചോദ്യങ്ങളും ആശങ്കകളും ഉണ്ടായിരിക്കാം. എന്നാൽ ഈ ദീപം നൽകുന്ന സന്ദേശം പ്രതീക്ഷയുടേതാണ്. നിങ്ങൾ അനുഭവിച്ച പ്രയാസങ്ങൾ വെറുതെ ആകില്ല. ഓരോ അനുഭവവും നിങ്ങളെ കൂടുതൽ ശക്തരാക്കാൻ വേണ്ടിയായിരുന്നു. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു നല്ല വാർത്ത എത്താൻ സാധ്യത കാണുന്നു. അത് ഒരു വ്യക്തിയിൽ നിന്നോ ഒരു ജോലിയുമായി ബന്ധപ്പെട്ടോ കുടുംബവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഏറെ നാളായിട്ട് കാത്തിരുന്ന ഒരു കാര്യവുമായി ബന്ധപ്പെട്ടോ ആകാം. ആ വാർത്ത നിങ്ങളുടെ മനസ്സിന് വലിയ ആശ്വാസം നൽകും. നിങ്ങളുടെ ചുറ്റുപാടിലുമുള്ള എല്ലാവരെയും ഒരുപോലെ വിശ്വസിക്കാതിരിക്കുക. നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരും വെറും ആവശ്യത്തിനു വേണ്ടി സമീപിക്കുന്നവരും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയേണ്ട സമയമാണിത്. സാമ്പത്തികമായി പതിയെ മുന്നേറ്റമുണ്ടാകും. വലിയ ലാഭത്തേക്കാൾ സ്ഥിരമായ വരുമാനത്തിന് പ്രാധാന്യം നൽകുക. ഈ സമയത്ത് പുതിയ കടബാധ്യതകൾ ഏറ്റെടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. നിങ്ങളുടെ വീട്ടിൽ ഒരു മംഗളകരമായ കാര്യം നടക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അത് ഒരുപക്ഷെ ഒരു പൂജയോ ഒരു നല്ല ചടങ്ങോ അല്ലെങ്കിൽ കുടുംബത്തിൽ സന്തോഷം നിറയ്ക്കുന്ന ഒരു സംഭവമോ ആകാം. പ്രണയത്തിലോ വിവാഹ ജീവിതത്തിലോ ചെറിയ അകൽച്ചകൾ ഉണ്ടായിരുന്നുവെങ്കിൽ തുറന്ന മനസ്സോടെ സംസാരിച്ചാൽ പല തെറ്റിദ്ധാരണകളും മാറും. ചിലപ്പോൾ ഒരു നല്ല സംഭാഷണം തന്നെ വലിയ പ്രശ്നങ്ങൾ പരിഹരിക്കും. ആത്മീയമായി ഈ സമയം നിങ്ങൾക്ക് വളരെ അനുകൂലമാണ്. ക്ഷേത്ര ദർശനം നടത്താനോ ഒരു ദീപം തെളിയിക്കാനോ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കാനോ കഴിയുന്നുവെങ്കിൽ അത് മനസ്സിന് കൂടുതൽ സമാധാനം നൽകും. ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും ഒരേ സമയം ലഭിക്കണമെന്നില്ല. പക്ഷേ ശരിയായ സമയത്ത് ലഭിക്കുന്ന അനുഗ്രഹമാണ് ജീവിതത്തിൽ കൂടുതൽ നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്ഷമ നഷ്ടപ്പെടുത്തരുത്. നിങ്ങൾ പലപ്പോഴും മറ്റുള്ളവരെ സഹായിക്കുന്ന വ്യക്തിയായിരിക്കാം. എന്നാൽ ഇനി മുതൽ നിങ്ങളുടെ സ്വന്തം സന്തോഷത്തിനും ആരോഗ്യത്തിനും സമയം കണ്ടെത്തുക. നിങ്ങളും വിലപ്പെട്ട ഒരാളാണെന്ന് മറക്കരുത്. ഈ ദീപം നൽകുന്ന അവസാന സന്ദേശം ഇതാണ്: പ്രതീക്ഷയോടെ മുന്നോട്ടു പോവുക. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ പ്രകാശം തെളിയാൻ പോകുന്ന കാലഘട്ടത്തിന്റെ തുടക്കത്തിലാണ് നിങ്ങൾ. ഈ ഫലം മനസ്സിൽ തട്ടിയെന്ന് തോന്നിയാൽ കമന്റ് ബോക്സിൽ ഓം നമോ നാരായണായ എന്ന് എഴുതുക. നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ഐശ്വര്യവും നിറയട്ടെ എന്ന് ഹൃദയം നിറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഒന്നാമത്തെ ദീപം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള സന്ദേശങ്ങളായിട്ട് പറയാനുള്ളത്. ഇനി അടുത്തതായിട്ട് രണ്ടാമത്തെ ദീപം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള സന്ദേശങ്ങളാണ് പറയുന്നത്. നിങ്ങളുടെ മനസ്സ് ഈ ദീപത്തിലേക്ക് ആകർഷിക്കപ്പെട്ടത് യാദൃശികമല്ലെന്ന് ആത്മീയമായി വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. ഈ ദീപം സന്തുലിതാവസ്ഥയുടെയും പ്രതീക്ഷയുടെയും പുതിയ അവസരങ്ങളുടെയും പ്രതീകമാണ്. ഒരുപാട് നാളുകളായിട്ട് നിങ്ങൾ ജീവിതത്തിൽ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. ആ മാറ്റം എപ്പോൾ വരുമെന്ന ചിന്ത പലപ്പോഴും നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോയിട്ടുണ്ടാകും. നിങ്ങൾ പരിശ്രമിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, എന്നാൽ ഫലം വൈകുന്നതായി തോന്നിയിരിക്കാം. ഈ ദീപം നൽകുന്ന പ്രധാന സന്ദേശം ഇതാണ്: വൈകിയാലും നിങ്ങൾക്ക് ലഭിക്കേണ്ടത് നിങ്ങളെ തേടിയെത്തും. നിങ്ങളുടെ ജീവിതത്തിൽ ഉടൻ ഒരു പുതിയ അവസരം വരാനുള്ള സാധ്യത കാണുന്നു. അത് ജോലിയുമായിട്ട് ബന്ധപ്പെട്ടതാകാം, ബിസിനസ്സുമായി ബന്ധപ്പെട്ടതാകാം, പഠനവുമായി ബന്ധപ്പെട്ടതാകാം, അല്ലെങ്കിൽ കുടുംബത്തിൽ സന്തോഷം നൽകുന്ന ഒരു സംഭവമായിരിക്കാം. കഴിഞ്ഞ കാലത്ത് നിങ്ങളെ വിഷമിപ്പിച്ച ചില ആളുകളെ കുറിച്ച് നിങ്ങൾ ഇപ്പോഴും ചിന്തിക്കുന്നുണ്ടാകാം. എന്നാൽ ആ പഴയ കാര്യങ്ങൾ മനസ്സിൽ സൂക്ഷിച്ചാൽ പുതിയ സന്തോഷങ്ങൾക്ക് ഇടം ലഭിക്കില്ല എന്ന സത്യം നിങ്ങൾ തിരിച്ചറിയുക. അതിനാൽ ക്ഷമിക്കാനും മുന്നോട്ടു പോകാനും ശ്രമിക്കുക. സാമ്പത്തിക കാര്യങ്ങളിൽ മുൻപേത്തേതിനേക്കാൾ മെച്ചപ്പെടുന്ന സൂചനകളുണ്ട്. ചെറിയ വരുമാന വർധന,
കുടിശ്ശിക പണം തിരികെ ലഭിക്കൽ അല്ലെങ്കിൽ പുതിയ വരുമാന മാർഗം കണ്ടെത്തൽ പോലുള്ള നല്ല മാറ്റങ്ങൾ ഉണ്ടാകാം. എന്നാൽ അനാവശ്യ ചെലവുകൾ ഇപ്പോഴും നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ്. നിങ്ങളുടെ കുടുംബത്തിൽ ഒരു നല്ല വാർത്ത കേൾക്കാൻ സാധ്യതയുണ്ട്. ഏറെ നാളായി നടക്കാതെ പോയ ഒരു കാര്യം വീണ്ടും ചർച്ചയാകാം. വീട്ടിൽ സന്തോഷവും സമാധാനവും വർദ്ധിക്കുന്ന സമയമാണിത്. ജോലി ചെയ്യുന്നവർക്ക് അവരുടെ കഴിവ് തെളിയിക്കാനുള്ള അവസരം ലഭിച്ചേക്കാം. പുതിയ ഉത്തരവാദിത്വങ്ങൾ ലഭിച്ചാലും ഭയപ്പെടേണ്ടതില്ല. ആത്മവിശ്വാസത്തോടെ ഏറ്റെടുത്ത് മുന്നോട്ടു പോവുക. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കൂടുതൽ ഏകാഗ്രത ലഭിക്കുന്ന സമയമാണിത്. പരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും തയ്യാറെടുക്കുന്നവർ ആത്മവിശ്വാസം കൈവിടാതെ മുന്നോട്ടു പോവുക. പ്രണയബന്ധത്തിലോ വിവാഹ ജീവിതത്തിലോ ഉള്ളവർ പരസ്പരം കൂടുതൽ സമയം ചെലവഴിക്കാൻ ശ്രമിക്കുക. ചെറിയ തെറ്റിദ്ധാരണകൾ വലിയ പ്രശ്നങ്ങളാകാതിരിക്കാൻ തുറന്ന് സംസാരിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ആത്മീയ ഉണർവ് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. പ്രാർത്ഥന, മന്ത്രജപം അല്ലെങ്കിൽ ക്ഷേത്ര ദർശനം മനസ്സിന് കൂടുതൽ സമാധാനം നൽകും. ഈ ദീപം നിങ്ങളെ ഓർമ്മിപ്പിക്കുന്ന മറ്റൊരു കാര്യം മറ്റുള്ളവരുടെ അഭിപ്രായം മാത്രം കേട്ട് ജീവിതത്തിലെ പ്രധാന തീരുമാനങ്ങൾ എടുക്കരുത് എന്നതാണ്. നിങ്ങളുടെ മനസ്സും വിവേകവും പറയുന്നത് കേൾക്കുക. അടുത്ത ഏതാനും ആഴ്ചകൾ നിങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്ന സമയമായിരിക്കും. ചെറിയ നല്ല സംഭവങ്ങൾ ഒന്നിനു പിന്നാലെ ഒന്നായി നടക്കാൻ സാധ്യതയുണ്ട്. അവയെ നന്ദിയോടെ സ്വീകരിക്കുക. ഇനി അടുത്തതായിട്ട് നിങ്ങളുടെ ജീവിതത്തിലെ അടുത്ത ഘട്ടത്തെക്കുറിച്ചും ശ്രദ്ധിക്കേണ്ട ചില പ്രധാന സന്ദേശങ്ങളെക്കുറിച്ചും നോക്കാം. ഈ ദീപം പറയുന്ന ഒരു പ്രധാന കാര്യം നിങ്ങളുടെ ജീവിതത്തിലെ ഒരു കാത്തിരിപ്പ് അവസാനിക്കാനിരിക്കുന്ന സമയമാണ് എന്നതാണ്. വളരെ നാളുകളായിട്ട് നടക്കാതെ പോയ ഒരു കാര്യം ഇപ്പോൾ പതിയെ ശരിയായ ദിശയിലേക്ക് നീങ്ങാൻ സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരിക്കലും പ്രതീക്ഷ കൈവിടരുത്. നിങ്ങൾ പലപ്പോഴും എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്ന വ്യക്തിയാണ്. പക്ഷെ അതിനിടയിൽ നിങ്ങളുടെ സ്വന്തം സന്തോഷം പലപ്പോഴും മറന്നു പോകാറുണ്ട്. ഇനി മുതൽ നിങ്ങളുടെ ജീവിതത്തിനും സ്വപ്നങ്ങൾക്കും സമയം കണ്ടെത്തണം. നിങ്ങളും സന്തോഷത്തോടെ ജീവിക്കേണ്ട ഒരാളാണ്. സാമ്പത്തിക കാര്യങ്ങളിൽ ഒരു നല്ല പുരോഗതി കാണുന്നുണ്ടെങ്കിലും ഈ സമയത്ത് വലിയ നിക്ഷേപങ്ങളോ ആലോചിക്കാതെ എടുക്കുന്ന സാമ്പത്തിക തീരുമാനങ്ങളോ ഒഴിവാക്കുന്നതാണ് നല്ലത്. ക്ഷമയോടെ മുന്നോട്ട് പോയാൽ കൂടുതൽ നല്ല അവസരങ്ങൾ ലഭിക്കും. നിങ്ങളുടെ കുടുംബത്തിൽ ഒരു മംഗളകരമായ വാർത്ത കേൾക്കാൻ സാധ്യതയുണ്ട്. ചില വീടുകളിൽ വിവാഹം, പുതിയ ജോലി, പഠന വിജയം അല്ലെങ്കിൽ സന്തോഷം നൽകുന്ന മറ്റേതെങ്കിലും വാർത്തകൾ വരാം. കുടുംബാംഗങ്ങളോടൊപ്പം കൂടുതൽ സമയം ചിലവഴിക്കാൻ ശ്രമിക്കുക. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും എല്ലാവരോടും തുറന്നു പറയേണ്ടതില്ല. നിങ്ങളുടെ രഹസ്യങ്ങളും പദ്ധതികളും വിശ്വസിക്കാൻ കഴിയുന്ന ആളുകളോട് മാത്രം പങ്കുവയ്ക്കുക. ജോലി ചെയ്യുന്നവർക്ക് മേലുദ്യോഗസ്ഥരുടെ അംഗീകാരം ലഭിക്കാം. ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ ഉപഭോക്താക്കളോ പുതിയ അവസരങ്ങളോ ലഭിക്കാൻ സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്ക് പരിശ്രമത്തിനനുസരിച്ചുള്ള ഫലം ലഭിക്കാനുള്ള സമയം അടുത്തു വരികയാണ്. ആത്മീയമായി നോക്കുമ്പോൾ ഈ സമയം വളരെ അനുകൂലമാണ്. ദിവസവും രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം ഒരു ദീപം തെളിയിച്ച് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കാൻ ശ്രമിക്കുക. പ്രാർത്ഥന നിങ്ങളുടെ മനസ്സിലെ ഭയവും ആശങ്കയും കുറയ്ക്കാൻ സഹായിക്കും. ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ചെറിയ അസ്വസ്ഥതകൾ ഉണ്ടെങ്കിൽ അവ അവഗണിക്കരുത്. ആവശ്യമായ വിശ്രമവും ആരോഗ്യകരമായ ഭക്ഷണവും ശ്രദ്ധിക്കുക. മനസമാധാനവും ശാരീരികാരോഗ്യവും ഒരുപോലെ പ്രധാനമാണ്. ഈ ദീപം നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം ഇതാണ്: നിങ്ങളുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ചില കാര്യങ്ങൾ ഇപ്പോൾ കാണാൻ കഴിയുന്നില്ലെങ്കിലും ശരിയായ സമയത്ത് എല്ലാം വ്യക്തമായി തീരും. അതുകൊണ്ട് ദൈവത്തിൽ വിശ്വാസമുറപ്പിച്ച് ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു പോവുക. നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉചിതമായ സമയത്ത് ഫലം ലഭിക്കുമെന്ന പ്രതീക്ഷ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. ഈ ഫലം നിങ്ങളുടെ മനസ്സിൽ തട്ടിയെന്ന് തോന്നിയാൽ കമന്റിൽ ഓം നമോ നാരായണായ എന്നെഴുതുക. ദൈവത്തിന്റെ അനുഗ്രഹം എന്നും നിങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ. ഇത്രയും കാര്യങ്ങളാണ് രണ്ടാമത്തെ ദീപം തിരഞ്ഞെടുത്തവർക്കുള്ള സന്ദേശങ്ങളായിട്ട് പറയാനുള്ളത്. ഇനി അടുത്തതായിട്ട് മൂന്നാമത്തെ ദീപം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള സന്ദേശങ്ങളാണ് പറയുന്നത്. നിങ്ങളുടെ മനസ്സ് ഈ ദീപത്തിലേക്ക് ആകർഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനു പിന്നിൽ ഒരു ആത്മീയ സന്ദേശമുണ്ടെന്ന് വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. ഈ ദീപം ദൈവാനുഗ്രഹത്തിന്റെയും ജീവിതത്തിലെ പുതിയ പ്രതീക്ഷകളുടെയും പ്രതീകമാണ്. നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിൽ ഒതുക്കി ജീവിക്കുന്ന ഒരാളായിരിക്കും. നിങ്ങളുടെ വിഷമങ്ങൾ എല്ലാവരോടും പങ്കുവയ്ക്കാതെ സ്വയം സഹിച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്ന സ്വഭാവമായിരിക്കും. പലപ്പോഴും മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി സ്വന്തം സന്തോഷം പോലും മാറ്റിവെക്കുന്ന ആളായിരിക്കാം നിങ്ങൾ. ഈ ദീപം നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം ഇതാണ്: നിങ്ങളുടെ ജീവിതത്തിലെ ഇരുണ്ട കാലഘട്ടം പതിയെ അവസാനിച്ചു കൊണ്ടിരിക്കുകയാണ്. കുറച്ചു കാലമായിട്ട് നിങ്ങളെ അലട്ടിയിരുന്ന പ്രശ്നങ്ങൾ ഓരോന്നായി മാറി തുടങ്ങും.
നിങ്ങൾ ഏറെ നാളായി കാത്തിരിക്കുന്ന ഒരു കാര്യത്തിൽ അനുകൂലമായ നീക്കമുണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അത് ജോലി, ബിസിനസ്, കുടുംബം, വിവാഹം, പഠനം അല്ലെങ്കിൽ സാമ്പത്തികം എന്നിവയുമായി ബന്ധപ്പെട്ടതാകാം. ക്ഷമയോടെ മുന്നോട്ട് പോയാൽ നല്ല ഫലങ്ങൾ കാണാൻ സാധിക്കും. സാമ്പത്തികമായി നിങ്ങൾ വളരെ സൂക്ഷ്മമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളാണ്. എന്നിരുന്നാലും ചില അപ്രതീക്ഷിത ചിലവുകൾ നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിച്ചിട്ടുണ്ടാകാം. ഇനി മുതൽ വരുമാനവും ചിലവും സന്തുലിതമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചാൽ കൂടുതൽ സ്ഥിരത ലഭിക്കും. കുടുംബത്തിലുണ്ടായിരുന്ന ചില അഭിപ്രായ വ്യത്യാസങ്ങൾ പതിയെ പരിഹരിക്കപ്പെടും. അകന്നുപോയ ഒരാളുമായി വീണ്ടും സംസാരിക്കാനുള്ള അവസരവും ലഭിച്ചേക്കാം. ചെറിയ വിട്ടുവീഴ്ചകൾ വലിയ സന്തോഷങ്ങൾ തിരികെ കൊണ്ടുവരും. ജോലി അന്വേഷിക്കുന്നവർക്ക് പ്രതീക്ഷ നൽകുന്ന സമയമാണ്. ഇതിനകം ജോലി ചെയ്യുന്നവർക്ക് പുതിയ ഉത്തരവാദിത്വമോ അംഗീകാരമോ ലഭിക്കാം. ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ അവസരങ്ങൾ തുറക്കാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ വ്യക്തി കടന്നു വരാനോ അല്ലെങ്കിൽ പഴയ ഒരു ബന്ധം വീണ്ടും ശക്തമാകാനോ സാധ്യതയുണ്ട്. എന്നാൽ എല്ലാവരെയും ഉടൻ വിശ്വസിക്കാതെ സമയമെടുത്ത് മനസ്സിലാക്കുക. ആത്മീയമായി ഈ സമയം വളരെ ശക്തമാണ്. ദിവസവും പ്രാർത്ഥനയ്ക്ക് കുറച്ച് സമയം മാറ്റിവയ്ക്കുക. ഒരു ദീപം തെളിയിച്ച് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെ മനസ്സിന് സമാധാനവും ആത്മവിശ്വാസവും നൽകും. ഈ ദീപം നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് മറ്റൊരു പ്രധാന കാര്യമാണ്. നിങ്ങൾ നിങ്ങളുടെ കഴിവുകളെ ഒരിക്കലും ചെറുതായി കാണരുത്. പലപ്പോഴും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ലെന്ന് തോന്നുന്ന കാര്യങ്ങൾ പോലും നിങ്ങൾക്ക് വിജയകരമായി പൂർത്തിയാക്കാൻ കഴിയും. അടുത്ത ദിവസങ്ങളിൽ ഒരു സന്തോഷകരമായ വാർത്ത കേൾക്കാൻ സാധ്യതയുണ്ട്. അത് നിങ്ങളെ മാത്രമല്ല, നിങ്ങളുടെ കുടുംബത്തെയും സന്തോഷിപ്പിക്കുന്ന വാർത്തയായിരിക്കാം. ഇനി അടുത്തതായിട്ട് പറയാനുള്ളത് ഈ ദീപം നൽകുന്ന അവസാന സന്ദേശങ്ങളാണ്. നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകാനുള്ള ആത്മവിശ്വാസം നൽകുന്നവയായിരിക്കും ഇവ. നിങ്ങൾ ഒരുപാട് കഷ്ടപ്പാടുകളിലൂടെ കടന്നുപോയ വ്യക്തിയാണ്. പലപ്പോഴും നിങ്ങളുടെ നല്ല മനസ്സ് ചിലർ തെറ്റായി ഉപയോഗിച്ചിട്ടുണ്ടാകാം. നിങ്ങൾ സഹായിച്ചവർ പോലും ചില സാഹചര്യങ്ങളിൽ നിങ്ങളെ മനസ്സിലാക്കാതിരുന്നിട്ടുണ്ടാകാം. അതുകൊണ്ട് ചില സമയങ്ങളിൽ നിങ്ങൾക്ക് വലിയ നിരാശ തോന്നിയിരിക്കാം. എന്നാൽ ഈ ദീപം പറയുന്ന സന്ദേശം വളരെ പ്രതീക്ഷ നൽകുന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ അധ്യായം ആരംഭിക്കാനുള്ള സമയമാണിത്. പഴയ വിഷമങ്ങളെ പിന്നിലാക്കി മുന്നോട്ടു പോകാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു പ്രധാന ആഗ്രഹം മനസ്സിൽ കരുതിക്കൊണ്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ആ കാര്യത്തിൽ പതിയെ അനുകൂലമായ മാറ്റങ്ങൾ കണ്ടു തുടങ്ങാൻ സാധ്യതയുണ്ട്. ഫലം ഉടൻ ലഭിക്കണമെന്നില്ല, പക്ഷേ ശരിയായ ദിശയിലേക്കുള്ള നീക്കം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. കുടുംബജീവിതത്തിൽ കൂടുതൽ ഐക്യവും സമാധാനവും ഉണ്ടാകും. വീട്ടിൽ സന്തോഷം നൽകുന്ന ഒരു ചടങ്ങോ ഒരു കൂടിച്ചേരലോ അല്ലെങ്കിൽ എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന ഒരു വാർത്തയോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സാമ്പത്തിക കാര്യങ്ങളിൽ ഈ സമയം ക്ഷമയാണ് ഏറ്റവും വലിയ ശക്തി. വലിയ ലാഭം പ്രതീക്ഷിച്ച് തിടുക്കത്തിൽ തീരുമാനങ്ങൾ എടുക്കരുത്. ആലോചിച്ച് മുന്നോട്ട് പോകുന്നവർക്ക് സ്ഥിരതയുള്ള വളർച്ച ലഭിക്കും. ജോലി ചെയ്യുന്നവർക്ക് പുതിയ അവസരങ്ങൾ ലഭിക്കാം. നിങ്ങളുടെ കഴിവ് അംഗീകരിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകാം. ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ ആളുകളുമായി ബന്ധപ്പെടാനുള്ള അവസരങ്ങൾ തുറക്കാം. വിദ്യാർത്ഥികൾക്ക് പരിശ്രമത്തിനനുസരിച്ചുള്ള ഫലം ലഭിക്കുന്ന സമയം അടുത്തു വരികയാണ്. നിങ്ങളുടെ മനസ്സിൽ ചിലപ്പോൾ നെഗറ്റീവ് ചിന്തകൾ വരാറുണ്ടെങ്കിൽ അവയെ കൂടുതൽ വളർത്താതിരിക്കുക. ഓരോ ദിവസവും ഒരു പുതിയ അവസരമാണ് എന്ന് ഓർമ്മിപ്പിക്കുക. ദൈവത്തിൽ വിശ്വാസം നിലനിർത്തുക. ഈ ദീപം തിരഞ്ഞെടുക്കുന്നവർക്ക് ആത്മീയമായ ഒരു പ്രത്യേക സന്ദേശവുമുണ്ട്. ദിവസവും രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം ഒരു ചെറിയ പ്രാർത്ഥന നടത്തുക. കഴിയുമെങ്കിൽ ഒരു ദീപം തെളിയിച്ച് നിങ്ങളുടെ ഇഷ്ടദേവനെ സ്മരിക്കുക. പ്രാർത്ഥന നിങ്ങളുടെ മനസ്സിന് ശക്തിയും സമാധാനവും നൽകും. മറ്റുള്ളവരുടെ വിജയവുമായി നിങ്ങളുടെ ജീവിതത്തെ താരതമ്യം ചെയ്യരുത്. ഓരോരുത്തരുടെയും ജീവിതത്തിന് ഓരോ സമയമുണ്ട്. നിങ്ങൾക്ക് ലഭിക്കേണ്ട അനുഗ്രഹം നിങ്ങളെ തേടിയെത്തേണ്ട സമയത്ത് തന്നെ എത്തും. അടുത്ത ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ സന്തോഷങ്ങൾ വന്നു തുടങ്ങും. ചിലത് നിങ്ങൾ പ്രതീക്ഷിച്ച കാര്യങ്ങളായിരിക്കും, ചിലത് അപ്രതീക്ഷിതമായ അനുഗ്രഹങ്ങളായിരിക്കും. അവയെ നന്ദിയോടെ സ്വീകരിക്കുക. ഈ ദീപം നൽകുന്ന അവസാന സന്ദേശം ഇതാണ്: ഭയപ്പെടാതെ മുന്നോട്ട് പോവുക. നിങ്ങൾ നടത്തുന്ന ഓരോ നല്ല ശ്രമവും വെറുതെയാകില്ല. ദൈവം നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന നല്ല കാര്യങ്ങൾ ശരിയായ സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ വിരിയും. ഈ ഫലം നിങ്ങളുടെ മനസ്സിൽ തട്ടിയെന്ന് തോന്നിയാൽ കമന്റ് ബോക്സിൽ ഓം നമോ നാരായണായ എന്നെഴുതുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മൂന്നാമത്തെ ദീപം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള സന്ദേശങ്ങളായിട്ട് പറയാനുള്ളത്. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. നന്ദി.